ഏട്ടത്തിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. എന്റെ ഏട്ടൻ കോടീശ്വരനായതുകൊണ്ടല്ലേ ഏട്ടത്തി ഏട്ടനെ പ്രേമിച്ച് വിവാഹം കഴിച്ചത്? അങ്ങനെ ഒന്നല്ല. മഹി, മഹി, ചിന്നുവിന്റെ ഓർമ്മകളില് സ്വയം മറന്ന അവസ്ഥയിലാണ് നീ ഇപ്പോ. ഇതേ അവസ്ഥയിലൂടെ ഏട്ടനും കടന്നു പോയിട്ടുള്ളതല്ലേ? അതല്ലല്ലോ ഇപ്പൊ നിന്റെ അവസ്ഥ. സാർ അമ്മയ്ക്ക് ഒരു പ്രോമിസും കൊടുത്തിരുന്നില്ല. പക്ഷെ നീയാണെങ്കിലോ ചിന്നുവിനെ മറക്കാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രോമിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവളുടെ ഓർമ്മയിൽ നീ നിന്നെ തന്നെ സ്വയം തളച്ചിടുന്നത് ശരിയാണോ മഹി? പ്രണയം അനുഭവിച്ചിട്ടില്ലാത്തവരാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഏട്ടനും ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. മഹി, ഞങ്ങളുടെ കാര്യം നിന്റെ കാര്യത്തിൽ നിന്നും ഡിഫറെന്റ് ആണ്. നീ പ്രേമിക്കുന്നത് ഈ വീട്ടിൽ നിൽക്കുന്ന സെർവന്റിനെയാ. അത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ അമ്മയ്ക്ക് കഴിയോ? അതുമാത്രമല്ല, ഈ കുടുംബത്തിലെ മരുമകളാവാൻ എന്ത് യോഗ്യതയാ ആ ചിന്നുവിനുള്ളത്? സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടാവണം, മനസ്സുകൾ തമ്മിൽ പൊരുത്തമുണ്ടാകണം. അതല്ലാതെ ദരിദ്രനെന്നോ ധനികനെന്നോ ഉള്ള വേർതിരിവ് പ്രേമം എന്ന വികാരത്തിലുണ്ടോ ഏട്ടത്തി? മഹി, ഐശ്വര്യ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നീ ഒന്ന് ശ്രമിക്കേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏട്ടത്തിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. എന്റെ ഏട്ടൻ കോടീശ്വരനായതുകൊണ്ടല്ലേ ഏട്ടത്തി ഏട്ടനെ പ്രേമിച്ച് വിവാഹം കഴിച്ചത്? അങ്ങനെ ഒന്നല്ല. ഞങ്ങൾ തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം തിരിച്ചറിഞ്ഞു, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അത് തന്നെയല്ലേ ഞാനും ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോ അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത്, പ്രേമിച്ച് വിവാഹം കഴിച്ച നിങ്ങൾക്ക് പ്രേമിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയുള്ളത്? നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അമ്മ പോലും അറിയാതെ നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ മുൻകൈ എടുത്തവനാ ഞാൻ. എന്നിട്ടാണോ നിങ്ങൾ എന്നോട് പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം മോശമാണ് ഏട്ടത്തി. ഇതെന്നോട് പറയാനുള്ള ഒരു അർഹത ഏട്ടത്തിക്കില്ല. പറ്റുമെങ്കിൽ എന്റെ പ്രണയം നടത്തി തരാനായി അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക്. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പൊ തന്നെ നീറിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിക്കരുത്. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അമ്മയുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടൊരു മകനാ ഞാൻ. ആ തെറ്റ് നീ ചെയ്യരുത്. അമ്മയുടെ മനസ്സ് നീ വേദനിപ്പിക്കരുത്. നീ കൂടി ഞങ്ങളുടെ വഴിക്ക് പോയാൽ പിന്നെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അമ്മ തകർന്നു പോവും. ഒരു മഹാറാണിയെ പോലെ ജീവിച്ചവളാണ് നമ്മുടെ അമ്മ. എന്നേക്കാൾ കൂടുതൽ അമ്മ സ്നേഹിച്ചത് നിന്നെയാ. അമ്മയുടെ മനസ്സേ നീ വേദനിപ്പിക്കരുത്. അത് മാത്രമേ എനിക്കിപ്പോ നിന്നോട് പറയാനുള്ളൂ. ഐശ്വര്യ, വാ പോവാം. ഈശ്വര,
കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. ചിന്നുവിന് മഹിയുടെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. വീട്ടിൽ നടന്ന പുകിലൊക്കെ പാവം ചിന്നു അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പുനർജന്മം കിട്ടിയ സന്തോഷത്തിൽ അവളിപ്പോ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മഹിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. പക്ഷേ രമാനിലയത്തിൽ നടന്നത് മുഴുവൻ ഈ പാവം കുട്ടിയോട് ഞാൻ എങ്ങനെയാ പറയുന്നത്? അവള് സ്നേഹിക്കുന്നത് വെറും ഒരു ഡ്രൈവറെ അല്ല, രമാദേവിയുടെ ഇളയ മകനാണെന്ന് അറിഞ്ഞ പാവം ചിന്നുവിനത് താങ്ങാനാവില്ല. ആ ദക്ഷയും മഹിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോവാണെന്നറിഞ്ഞ് എന്റെ കുഞ്ഞിനത് സഹിക്കോ? ഒരുപക്ഷെ അവളുടെ ജീവൻ തന്നെ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനെ കാത്തോളിനെ. സത്യം എന്തായാലും പുറത്തു വരും. അതിനു മുമ്പ് ഞാൻ തന്നെ അത് പറയുന്നതല്ലേ നല്ലത്. എങ്ങനെയാ ഞാൻ ഇതൊന്ന് അവളോട് അവതരിപ്പിക്കുക? ഹലോ മാഡം. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറയൂ മാഡം. ദക്ഷയും മഹിയുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ ഒന്നും ചിന്നു അറിയാൻ പാടില്ല. ഞാൻ ചിന്നുവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല മാഡം. അങ്ങനെ സംഭവിച്ച പിന്നെ നീ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. ഹോസ്പിറ്റലിൽ നിന്നും തിരികെ രമാനിലയത്തിലേക്ക് എത്തുന്നത് കല്യാണിയുടെ ശവമായിരിക്കും. അതെന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്, മനസ്സിലായോ? ഇത് ആൾക്ക് വായിക്കാൻ കൊടുക്കണം. വായിച്ചു കഴിയുമ്പോ ഈ ചിന്നുവിന്റെ മനസ്സ് മനസ്സിലാവും. എന്റെ ഉള്ളില് ആ ഡ്രൈവർക്കുള്ള സ്ഥാനം എന്താണെന്ന് നന്നായിട്ട് ബോധ്യപ്പെടും.